നമ്മൾ തുടക്കത്തിലെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ മഴയാണ്, നനഞ്ഞു കുതിർന്ന ഒരു പ്രഭാതമാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 2019 പ്രളയത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. അനാവശ്യ പോസ്റ്റുകൾ ഷെയർ ചെയ്യരുതെന്നും ഭീതി പരത്തരുതെന്നും മന്ത്രി. മൺസൂൺ 27 വരുമെന്നായിരുന്നു നമ്മുടെ പ്രവചനമെങ്കിലും ഇപ്പോൾ നമ്മൾ കരുതുന്നത് അതിനേക്കാൾ നേരത്തെ മഴ പെയ്യുമെന്നാണ്, അഥവാ മൺസൂൺ വരുമെന്നാണ്, കാലവർഷം തന്നെ വരുമെന്നാണ്. അപ്പം അതുകൊണ്ട് ജാഗ്രത കൂടുതലുണ്ടാകണം. നേരത്തെ തന്നെ നമ്മൾ തയ്യാറെടുത്ത് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് എല്ലാ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും, ജില്ലകളിൽ ജില്ലാതലത്തിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും, DDMA നേതൃത്വത്തിലുള്ള 3 യോഗങ്ങളും ഇതിനു മുമ്പ് തന്നെ മഴക്കെടുതികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള അപകടങ്ങളില്ല. പക്ഷേ ഇന്നും നാളെയുമായി വടക്കൻ കേരളത്തിൽ നല്ല മഴയുണ്ടാകും. ഇടുക്കിയിലും പത്തനംതിട്ടയിലും പ്രത്യേകമായിട്ടുള്ള മഴയുണ്ടാകും. പരക്കെ കേരളത്തിൽ മഴയാണ് എങ്കിലും ഇടുക്കി, പത്തനംതിട്ട, കോഴിക്കോട് മുതൽ വടക്കോട്ട് നല്ല മഴയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴ സ്ഥിതി വിലയിരുത്താൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർമാരുമായി മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള റോഡിലേക്ക് മരം വീണു. നെയ്യാറ്റിൻകരയിൽ മരങ്ങൾ വീണ് വീട് തകർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്. കോഴിക്കോട് കാരശ്ശേരിയിൽ 300-ലധികം വാഴകൾ കാറ്റിൽ നിലംപതിച്ചു എന്ന വാർത്ത നമുക്ക് ഒപ്പം ഇതിനോടകം കേൾക്കാം. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, മഴ കനക്കുകയാണ്, സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? കൊച്ചിയിൽ ഉൾപ്പെടെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏതെല്ലാം ജില്ലകളിൽ ഏതെല്ലാം വിധത്തിലാണ് അലേർട്ടുകൾ ഉള്ളത്? ബിനൽ, തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. വ്യാപകമായ മഴ ചില നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. ഇപ്പോൾ ഈ സമയത്ത് മഴ പൊതുവെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ യെല്ലോ അലർട്ടാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. അതിൽ ഏതൊക്കെ ജില്ലകളിൽ മാറ്റം ഉണ്ട് എന്ന് അറിയാം. ഇന്നലെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം 2 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറയുന്നത്. അത് കണ്ണൂരും കാസർഗോഡുമാണ്. അതിന് പുറമെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൂടി ഇന്ന് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് ന്യൂസ് മലയാളത്തോട് സംസാരിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അതേ സമയത്ത് തന്നെ കാലവർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. 27-നാണ് കാലവർഷം കേരളത്തിൽ എത്തുക എന്നതായിരുന്നു നേരത്തെ പ്രവചിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപ് കേരളത്തിലേക്ക് കാലവർഷം എത്താനുള്ള, ഔദ്യോഗികമായി കാലവർഷം സ്ഥിരീകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്, അത് പ്രധാനമാണ്. കാരണം പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ, കടലിൽ ശക്തമാകുന്നതോട് കൂടിയാണ് കാലവർഷത്തിന്റെ ഒരു വരവ് തുടങ്ങുക. അത് ഏറെക്കുറെ സജീവമായി നിലനിൽക്കുന്നതിനാൽ വൈകാതെ തന്നെ ഒന്നെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ കേരളത്തിലേക്ക് കാലവർഷം വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. പ്രധാനമായും കണ്ണൂരും കാസർഗോഡും അതിതീവ്ര മഴ, അതിനപ്പുറത്തേക്ക് വടക്കൻ ജില്ലകളിലെല്ലാം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കൻ ജില്ലകൾക്ക് പുറമെ എറണാകുളം, കോട്ടയം, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി ആ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 3 യെല്ലോ അലർട്ട് ഉള്ളത്. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായി 3 മണിക്കൂർ നേരത്തേക്ക്. അത്രയും അതിതീവ്രമായിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇക്കാര്യം വിലയിരുത്താൻ, നിലവിലെ സ്ഥിതി വിലയിരുത്താൻ റവന്യൂ മന്ത്രി ഇന്ന് എല്ലാ ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഈ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് നടപടിയെടുക്കുക, നിർദ്ദേശം നൽകുക ജില്ലാ ഭരണകൂടമായിരിക്കും. അത് കൃത്യമായി പാലിച്ച്
പോരണമെന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും നൽകുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ അപകട സാധ്യതയുള്ള ഇടങ്ങളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കണം. മലയോര മേഖലയിൽ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ യാത്ര ചെയ്യരുതെന്ന നിർദ്ദേശം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഉള്ള മഴ എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ, പണ്ടൊക്കെ ഒരാഴ്ചയിലൊക്കെ കിട്ടുന്ന മഴ ഒരു ദിവസത്തിൽ പെയ്യുന്ന സാഹചര്യമുണ്ട്. അത് അപകട സാധ്യത കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് അർജുൻ, തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ 2018 ശേഷം ഓരോ മഴക്കാലവും ആദ്യോടുകൂടിയാണ് മലയാളി നോക്കിക്കാണുന്നത്. കാരണം മഹാപ്രളയത്തിന് ശേഷം 2019 പുത്തുമലയും കവളപ്പാറയും പിന്നീട് പെട്ടിമുടിയും പിന്നീട് സമീപകാലത്ത് വയനാട്ടിലെ വലിയ ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം വരെ ഉണ്ടായിട്ടുണ്ട്. ഓരോ മഴക്കാലവും ആശങ്കയോടുകൂടിയാണ് മലയാളി നോക്കിൽ കാണുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ള മുന്നറിയിപ്പുണ്ട്. നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പ്രകൃതി എല്ലാം പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അർജുൻ, ഇനി അറിയേണ്ടത് ഏതെല്ലാം വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ട് എന്നുള്ളത് അർജുൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം, അതോടൊപ്പം തന്നെ നമ്മുടെ നഗരങ്ങളെല്ലാം വലിയ രീതിയിൽ വെള്ളക്കെട്ടാകുന്നത് സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിരുന്നു. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ. അത്തരം പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ബിനിൽ, അത് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം അതൊരു ക്യാമ്പയിനായി തന്നെ സർക്കാർ പറഞ്ഞിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അത് നടത്തണമെന്നുള്ള നിർദ്ദേശം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡെങ്കി ഉൾപ്പെടെ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകമായിട്ടുള്ള ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കൂടി, അതായത് 27-ാം തീയതി വരെയാണെന്നാണ് തോന്നുന്നത്. 27-ാം തീയതി വരെ ആ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ മഴക്കാല ദുരിതത്തിന് പുറമെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, അതായത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുന്നൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ശുചീകരണ യജ്ഞത്തിന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഒരു ക്യാമ്പയിനായി അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. പക്ഷേ അത് പൂർവ്വതലത്തിൽ, അതായത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ചില അസുഖങ്ങളൊക്കെ ഇപ്പോഴും വ്യാപിക്കുന്നതിനുള്ള പശ്ചാത്തലം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വീണ്ടും സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പനി കൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ദുരിത പ്രവർത്തനം, ഒരു പെട്ടെന്നുള്ളൊരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ സർക്കാർ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്.